അദ്ദേഹത്തിന് പറ്റിയ നാക്കുപിഴ അത് അദ്ദേഹത്തിൻ്റേത് മാത്രമാണ്. ഇന്ന് BJP അവരുടെ നിലപാട് വ്യക്തമാക്കിയതും അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയ്ക്കെതിരായിട്ടുള്ള കേസ് അദ്ദേഹം നേരിടുക തന്നെ ചെയ്യും, അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുവാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് അദ്ദേഹം തന്നെ ഇന്ന് വളരെ വ്യക്തമാക്കിയാണ്. അദ്ദേഹം പറയുകയാണ് സത്യമേവ ജയതേ എന്ന് അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഈ ഒരു ചർച്ചയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു സാധാരണ നേതാവിൻ്റെ നാക്കുപിഴയെ മുതലെടുത്തുകൊണ്ട്, രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് ഇന്ന് കോൺഗ്രസും CPM-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ആരാണ് കേമൻ എന്നൊക്കെ ഉള്ള ഒരു ചർച്ച, ഒരു നരേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയാണിത്? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? അദ്ദേഹം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു ഡോഗ് വിസിൽ പൊളിറ്റിക്സും ഇവിടെ അരങ്ങേറ്റി എന്നുള്ളതാണ് സത്യം. അത് അദ്ദേഹം എന്താണ് ചെയ്തത്? ജെൻസി തെരുവിലിറങ്ങട്ടെ, ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഇന്നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല, ജയപ്രകാശ് നാരായണന്റെ ആഹ്വാനം എന്തായിരുന്നു ബിജു നായർ? വോട്ടിംഗ് മെഷീനിലും ജയപ്രകാശ് നാരായണന്റെ ആഹ്വാനം എന്തായിരുന്നു ബിജു നായർ? അതിനൊപ്പം അന്ന് അണിചേർന്നത് സംഘപരിവാർ ആയിരുന്നില്ല അതിന്റെ അടിസ്ഥാനം? അതെ വേണു, താങ്കൾ എപ്പോഴും ഹിസ്റ്ററിയിലേക്ക് പോയി ഉദ്ധരിക്കുമ്പോൾ സെലക്റ്റീവായിട്ട് ഉദ്ധരിക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ഇതിനു മുമ്പേയും പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാരുകൾക്കെതിരായിട്ടാണ് അത് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മറക്കാതിരിക്കേണ്ട കാര്യം. അവിടെയും ഏറ്റവും അവസാനം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതുപോലും അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭത്തിലൂടെ തന്നെയാണ്. പക്ഷേ ബഹുജന പിന്തുണ ഉണ്ടായിരിക്കണം. പ്രിന്റു അത് വളരെ വ്യക്തമായി പറഞ്ഞു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ എടുത്ത് വളച്ചൊടിച്ചുകൊണ്ട് ബഹുജന പിന്തുണ അളക്കാനുള്ള ഏക ത്രാസിരിക്കുന്ന മഹത് വ്യക്തിയുടെ പേരല്ലല്ലോ പ്രിന്റു മഹാദേവ്. പിന്നെ അങ്ങ് ഒരു കാര്യം പറയുകയുണ്ടായി, നാക്കുപിഴ എന്ന്. അങ്ങ് ഈ ചർച്ച ശ്രദ്ധിച്ചല്ലോ. ഈ ചർച്ചയിൽ അങ്ങേക്കൊരു നാക്കുപിഴ ഉണ്ടായെങ്കിൽ അത് ഞാനോ അല്ലെങ്കിൽ മറ്റ് ഈ പാനൽ ഇരിക്കുന്നവരോ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങ് അത് തിരുത്തും അല്ലേ? ഇവിടെ ശ്രീ N. ശ്രീകുമാർ സംസാരിച്ചു വരുമ്പോൾ നിയമസഭയിലെ ഒരു സന്ദർഭം ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം വിവേകപൂർവ്വം അദ്ദേഹത്തെ തിരുത്തിയത്. ഇനി പച്ചക്കള്ളം എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ വസ്തുതാവിരുദ്ധം എന്ന് ഞാൻ പറയുന്നുവെന്ന്. കാരണം അങ്ങനെ ഒരു പ്രയോഗം നിയമസഭയ്ക്കകത്താണ് സതീശൻ നടത്തിയത്. പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങി സതീശൻ ഖേദപ്രകടനം നടത്തിയത് അത് മാതൃകാപരമാണെന്ന് ഈ സ്പീക്കർ പറഞ്ഞത്. ഒട്ടും മാതൃകാപരമല്ലാത്തൊരു നിലപാട് ഇന്നെടുത്ത സ്പീക്കർ, പ്രതിപക്ഷ നേതാവിൻ്റെ ആ നടപടി മാതൃകാപരമെന്ന് പറയുകയുണ്ടായി. അനിലുമായുള്ളൊരു തർക്കത്തിൻ്റെ ഭാഗമായി അല്ലേ? അപ്പോൾ അത്രയും വിവേകത്തോടെയാണ് ഇവിടെ എല്ലാവരും ഇരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ചർച്ച നയിച്ച അവതാരക, ആ ചർച്ചയിലെ സഹപാനലിസ്റ്റുകൾ ആവർത്തിച്ച് പ്രിന്റുവിനോട് പറഞ്ഞു ഇത്. അയാൾ തിരുത്താൻ തയ്യാറായില്ല. ബിജു വേണു, അവിടെയാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് തെറ്റായിട്ടുള്ള അഭിപ്രായം പോലും പറയുവാനും അത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും പോലീസ് കേസ് നേരിടുവാനും വേണ്ടി വന്നാൽ ജയിലിൽ കിടക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. തെറ്റാണ്. ഞാൻ ചോദിക്കുന്നത് ഇതേ പ്രിന്റുവിനെ പറ്റിയുള്ള ഇതേ ബിജു. പക്ഷെ നിങ്ങൾ ആ ബോധ്യത്തോടെ നിൽക്കുന്ന രാഹുലിനെ ആ ബോധ്യത്തിന്റെ പേരിൽ വെടിവെക്കുമെന്നാണ് പറയുന്നത്. അല്ല അതാണ് വേണു, താങ്കൾ വാക്കുകൾ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. രാഹുൽ ഗാന്ധിയുടെ നേരെ ജലപീരങ്കി ഉപയോഗിക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെയാണ് നാക്കുപിഴയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ. അതാണ് നാക്കുപിഴ. അത് അദ്ദേഹം നേരിടുക തന്നെ ചെയ്യും. ഇതിൽ പരം വ്യക്തമായ ഒരു നിലപാട് വേറെ എന്തുണ്ട്? BJP ആരെയും തള്ളാനും കൊള്ളാനും ഇവിടെ ശ്രമിച്ചിട്ടില്ല.